ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ആദ്യം 30 വർഷം വിവിധ കുറ്റകൃത്യങ്ങൾ പ്രകാരം തടവും പിന്നീട് ജീവപര്യന്തവും ശിക്ഷ അനുഭവിക്കണം. വിധിയിൽ തൃപ്തിയില്ല എന്ന് വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിധിയിൽ അപ്പീൽ പോകുമെന്നും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. വിധി ഇപ്പം 2 വർഷവും 10 മാസവും 11 ദിവസവുമായി എൻ്റെ മോളുടെ ഈ കൊലപാതകം നടന്നിട്ട് അതിനുശേഷം ഞങ്ങൾ മുഴുവൻ സമയം ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ഈ വിധി പ്രസ്താവിച്ചു. ആ പ്രതിയിൽ നമുക്ക് ആശ്വാസമുണ്ട്. നമ്മുടെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് ഇനി അടുത്ത് ഫർദർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോഴത്തെ ഈ വിധി കുറച്ച് ആശ്വാസം തന്നെയാണ്. ഇനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ആയിട്ട് ആലോചിച്ചതിന് ശേഷം അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യും. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, വിധിയിൽ സംതൃപ്തിയുണ്ട് എന്ന് പറയുമ്പോഴും പ്രതീക്ഷിച്ചിരുന്ന വിധി ഇതല്ല എന്നായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പ്രോസിക്യൂഷൻ അടക്കം പറഞ്ഞത് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് മേൽക്കോടതിയിലേക്ക് സമീപിക്കാൻ തന്നെയായിരിക്കുമല്ലോ തീരുമാനം. തീർച്ചയായും പ്രോസിക്യൂഷനും ഈ വന്ദനയുടെ മാതാപിതാക്കളും അത്തരത്തിൽ ഈ കേസിനെ അപൂർവങ്ങളായി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വധശിക്ഷ നൽകുന്ന ഒരു തരത്തിലേക്ക് ഈ കേസ് എത്തിക്കണം എന്ന ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത്തരത്തിൽ അപൂർവമായി കണ്ട് പരിഗണിക്കാനാവില്ല എന്നാണ് കോടതി ഈ കേസിനെ നിരീക്ഷിച്ചത്. കാരണം ഈ പ്രതി ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ഈ ആശുപത്രിയിൽ എത്തിയത് എന്ന തരത്തിൽ ആണ് ഈ ഇപ്പോൾ ഒരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളായി പരിഗണിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് കേസ് ഇത്തരത്തിൽ ജീവപര്യന്തം അല്ലെങ്കിൽ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം എന്നതിലേക്ക് വന്നത്. ഏതായാലും കേസിൽ മറ്റു വിവിധ വകുപ്പുകൾ 307 മുതലുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 30 വർഷം ഈ കേസിൽ സന്ദീപ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം ശിക്ഷ തുടങ്ങുക. സ്വാഭാവികമായും 40 വയസ്സുള്ള പ്രതിക്ക് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന പ്രതിക്ക് ഈ 30 വർഷം കൂടി ഈ വിവിധ വകുപ്പുകളിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം പിന്നീട് ജീവപര്യന്തം അനുവദിക്കുമ്പോൾ കൂടി 1.5 വർഷങ്ങൾ ജയിൽ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഏതായാലും ഈ വിധിയിൽ തൃപ്തി പോരാ എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ബന്ധുക്കളുടെ അല്ലെങ്കിൽ വന്ദനയുടെ മാതാപിതാക്കളുടെ ഒക്കെ തീരുമാനപ്രകാരം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ മാതാപിതാക്കളുടെ തീരുമാനം. ഏതായാലും ഈ വിവിധ വകുപ്പുകൾ പ്രകാരം ഈ കേസിൽ പ്രതി ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ശരി സുധീഷ്, എന്തായാലും വിധിയിൽ അപ്പീൽ പോകുമെന്നാണ് കുടുംബവും പ്രോസിക്യൂഷനും അറിയിക്കുന്നത്. സുധീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്.